നിന്നോടൊരു കാര്യം പറയാൻ പോവുകയാണ്. അത് നിന്റെ വാപ്പയോടും ഉമ്മയോടും കൂടി ആലോചിച്ചിട്ടല്ലാതെ മറുപടി നീ പെട്ടെന്നെടുക്കരുതേ ആയിഷ. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിച്ചു, നബിയേ വമാ ഹുവ യാ റസൂലല്ലാഹ്, കാര്യമെന്താണെന്ന് ചോദിക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ ഓതി കൊടുക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹൻ നബിയ്യു ഖുൽ لأزواجك يا أيها النبي قل لأزواجك إن كن تردن الحياة الدنيا فتعالين أمتعكن وأسرحكن سراحا جميلا وإن كن تردن الله ورسوله فإنا أعتدنا للمحصنات منكن أجرا عظيما. അല്ലയോ നബിയെ, അവിടുന്ന് പ്രിയപ്പെട്ട ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കണേ, നിങ്ങളുടെ ഭാര്യയാകുന്ന ആയിഷ ബീവി മാത്രമായിരിക്കുമെന്ന് ചോദിച്ചത്. പക്ഷെ പിന്നിൽ പല ഭാര്യമാരും ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് എല്ലാ ഭാര്യമാരോടുമായിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കണേ, പറയണേ, ഇൻ കുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, ഈ ഭൗതികമാകുന്ന ജീവിതത്തിന്റെ ആഡംബര തുന്തലമാകുന്ന ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ, ആനന്ദ തുന്തലമാകുന്ന ജീവിതമാണ്, ഈ ഭൗതികമാകുന്ന ജീവിതമാണ് അവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, എന്നാൽ സുന്ദരമാകുന്ന ദുന്യവിയായ ജീവിതം അല്ലാഹു അവർക്ക് സമ്മാനിക്കുന്നതാണ്. وإن كن تردن الله ورسوله, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവരോഗ സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ചറബിനെയും അവന്റെ പ്രിയപ്പെട്ട പ്രവാചകനെയുമാണ് അവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, ആ പ്രവാചകനോടുള്ള അനുരാഗമാണ് അവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, ആ പ്രവാചകനോടുള്ള മഹബ്ബത്ത് മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അളീമാ. ഈ ഭൗതികമാകുന്ന ജീവിതമല്ല അല്ലാഹുവിനെയും റസൂലിനെയുമാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായും പടച്ചറപ്പ് വർണ്ണമായ പ്രതിഫലം നാളെ ആഖിറത്തിൽ കൊടുക്കുന്നതാണ്. അഥവാ ദുന്യവിയായ ജീവിതമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നിങ്ങളെ നാം നബിയിൽ നിന്ന് ഒഴിവാക്കി തരാം. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ദുന്യവിയായ ജീവിതം ലക്ഷ്യം വെച്ചിട്ടാണ് അഹ്സാബ് യുദ്ധത്തിൽ കിട്ടിയതാകുന്ന ഗനീമത്ത് സ്വത്ത് നിങ്ങൾ ആവശ്യപ്പെട്ടത് എങ്കിൽ റസൂലുള്ളാഹി നിങ്ങൾക്ക് ഒഴിവാക്കി തരാം. നിങ്ങൾ ദുന്യവിയായിട്ട് ഉള്ളതോ, നിങ്ങൾ ദുന്യാവുമായിട്ട് പൊയ്ക്കോ, ഭാര്യമാരോട് പറയുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ആയിഷ നീ ഒറ്റയ്ക്ക് തീരുമാനം എടുത്ത് കളയണ്ട, നിന്റെ വാപ്പാടും ഉമ്മയോടും നീ ആലോചിക്കണം. ഇതൊരു നിസ്സാര വിഷയമല്ല. ഫഖാലത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു അത്രേ, യാ റസൂലല്ലാഹ്, ഹബീബായ നബി തങ്ങളെ, അഹ്സാബ് യുദ്ധത്തിൽ കിട്ടിയതാകുന്ന ഗനീമത്ത് സ്വത്തുക്കൾ യുദ്ധാനന്തര മുതലുകൾ അല്പമെങ്കിലും ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടാനുള്ള കാരണം ഹബീബായ നബി തങ്ങളെ ദുന്യവിനോടുള്ള താല്പര്യമല്ല. അവിടുന്ന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന എങ്ങനെയാണെങ്കിൽ വാപ്പായോടും ഉമ്മയോടും ആലോചിച്ച് ഞാൻ നിൽക്കുന്നില്ല. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഞങ്ങൾ ഇഷ്ടപ്പെടുകയാണ്. ഞങ്ങൾക്ക് ദുന്യാവ് വേണ്ട. അഹ്സാബ് യുദ്ധത്തിൽ കിട്ടിയതാകുന്ന യുദ്ധാനന്തര മുതലുകൾ ഞങ്ങൾക്ക് വേണ്ട. എന്റെ പ്രിയപ്പെട്ട ചുറ്റുമൂലയിലുള്ള സഹോദരങ്ങളോട് ഈ വിനീതൻ കരുനാഗപ്പള്ളിയിൽ ജോലിക്ക് വന്നത് മുതൽ എത്രയോ സഹോദരങ്ങളാണ് വന്നുകൊണ്ട് കരുന്ന് പറയുന്നത്, ഉസ്താദേ കച്ചവടമില്ല, ഉസ്താദേ ബിസിനസ് പ്രയാസമാണ്. പേടിക്കുന്ന സഹോദരങ്ങളെ, ഈ ദുനിയാവ് മുഅ്മിനീങ്ങളുടെ ചെയ്യറയാണ്. ഈ ദുനിയാവിൽ നമുക്ക് പ്രയാസങ്ങളുണ്ടാകും, വിഷമങ്ങളുണ്ടാകും, നമ്പരങ്ങളുണ്ടാകും.
പക്ഷേ നാളെ പാരത്രിക ലോകത്ത് ഹബീബായ നബി തങ്ങളോടൊപ്പം നമുക്ക് ഒരുമിക്കണോ ഈ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുള്ള ജീവിതം നയിക്കുമ്പോ റസൂലുള്ളാഹിയെ മറക്കാതെ ആ പ്രവാചകന്റെ തിരുസന്നത്തുകളെ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരണേ. ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കാതെ ലോകത്ത് ഒരാളും കടന്നുപോയിട്ടില്ല. 1,23,999 പ്രവാചകന്മാരും ആ ഹബീബിനെ സ്നേഹിച്ചവരാണ്, ആ പ്രവാചകനെ ഇഷ്ടപ്പെട്ടവരാണ്. ആ പ്രവാചകനെ അനുരാഗം വെക്കാത്ത ഒരു ഔലിയാക്കളുമല്ല. ബഹുമാനപ്പെട്ട ശൈഖുനാ തലവാ ഉസ്താദ്, ബഹുമാനപ്പെട്ട നമ്മുടെ റഈസുൽ ശിഹാബുദ്ദീൻ ഉസ്താദ്, ഈ നഗരം തന്നെ നിലകൊള്ളുന്ന യൂനുസ് ബിൻ ഉസ്താദ് അടക്കമുള്ള സാത്വികരാകുന്ന ഉലമാക്കൾ, ഇവിടെ വാഴ്ന്നു പറഞ്ഞ ഉസ്താദുമാരും ഈ സന്യമാക്കിയ അലിമീങ്ങളും അവരെല്ലാവരും റസൂലുള്ളാഹിയെ പ്രിയം വെക്കുന്നവരാണ്. അതുകൊണ്ടാണ് അലിമീങ്ങൾ മുദർരിസീങ്ങളൊക്കെ ഈ സദസ്സിൽ വന്നിരുന്നിട്ടുള്ളതും. അവരെല്ലാവരും റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്താണ്. ഈ സദസ്സ് ഒരു രാഷ്ട്രീയ പ്രതിനിധാനം ചെയ്യുന്ന സദസ്സല്ല. ഈ സദസ്സ് ഒരിക്കലും ലോകത്തിന്റെ നായകന്റെ ജീവിതത്തിന്റെ മുഹൂർത്തങ്ങൾ ഹൃദയാന്തരങ്ങളിലേക്ക് ഒപ്പിയെടുക്കാനുള്ള സദസ്സാണ്, മജ്‌ലിസാണ്. ആ പ്രവാചകനോടുള്ള അനുരാഗത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയ മജ്‌ലിസാണ്. ഒരു പരദൂഷണത്തിന്റെ മജ്‌ലിസല്ല, ഒരു ഗീബത്തിന്റെ മജ്‌ലിസല്ല, ഒരു ഏഷണിയുടെ മജ്‌ലിസല്ല. ഇത് ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് നിറയ്ക്കുന്ന മജ്‌ലിസാണ്. അറിയുമോ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ അറിയുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ പ്രവാചകനില്ലാത്ത മദീനയിൽ എനിക്കിനി കഴിയാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാരനാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളെടുക്കൽ, ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെടുക്കൽ വന്നുകൊണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു അത്രേ, ഇന്നി ഉരീദു അൻ അദ്ഹബ ഇലശ്ശാം, ഞാൻ ശാമിലേക്ക് പോകാൻ ഇഷ്ടം വെക്കുകയാണ്, ഞാൻ ശാമിലേക്ക് പോകാൻ പ്രിയം വെക്കുകയാണ്. എന്തേ കാരണമെന്നറിയുമോ? ലിഫഖദി റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളില്ലാത്ത ഈ മണ്ണിൽ എനിക്കിനി കഴിയാൻ പറ്റൂല. പ്രവാചകനില്ലാത്ത ഈ മണ്ണിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂല. പ്രവാചകൻ ജമാഅത്തിന് ഇമാമ നിൽക്കാത്തതാകുന്ന കാലഘട്ടത്തോളം എനിക്കിനി ബാങ്ക് കൊടുക്കാൻ ഈ പാവപ്പെട്ട ബിലാലിന് കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മദീനയോട് സലാം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ശാമിലേക്ക് യാത്ര പോവുകയാണ്, ശാമിലേക്ക് യാത്ര തിരിക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു പോയി. അതാ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രി സമയത്ത് സർവരും ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ നിദ്രയിൽ ഭവിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വപ്നത്തിൽ കാണുകയാണ് മുഹമ്മദുൻ 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 മുഹമ്മദുൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൂമുഖം സ്വപ്നത്തിൽ കാണുകയാണ്. മൻ റആനി, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഫഖദ് റആനി, അവൻ എന്നെ തന്നെയാണ് കണ്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ലോകത്തിന്റെ നായകനെ കാണുകയാണ്. അതൊരു വല്ലാത്ത മുഹൂർത്തമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ കരളിന്റെ കഷ്ടങ്ങളാകുന്ന യുവാക്കളോട്, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കരുനാഗപ്പള്ളി ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നബി തങ്ങൾ നമ്മൾ ജീവിതത്തിൽ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? ആ പ്രവാചകരെ കണ്ടവർ എത്രയെത്ര അലിമീങ്ങളാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു കണ്ടുപോയി, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു കണ്ടുപോയി, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു കണ്ടുപോയി, ഇമാം തിർമിദിയെ കണ്ടുപോയി. എത്രയെത്ര അലിമീങ്ങളാ കണ്ടുപോയത്. ലോകത്തുള്ള മുഴുവൻ സജ്ജനങ്ങളും കണ്ടുപോയി ആ പ്രവാചകരെ. പക്ഷെ നമുക്ക് കാണാനുള്ള കണ്ണില്ലാതായി പോയി. സിനിമയുടെ ലോകത്തേക്ക് കണ്ണു തിരിച്ചു വിട്ട മനുഷ്യര്, സീരിയലിന്റെ ലോകത്തേക്ക് ഇശാമഗ്രിബിന്റെ ഇടയിലുള്ള സമയങ്ങൾ കണ്ണു തിരിച്ചു വിട്ട പെങ്ങളെ, നിന്റെ മുന്നിലേക്ക് എങ്ങനെയാ റസൂലുള്ളാഹി കടന്നു വരിക? നിന്റെ മനസ്സിലേക്ക് എങ്ങനെയാ പ്രവാചകനോടുള്ള സ്നേഹം കടന്നു വരിക? പഴയ തലമുറ ഇശാമഗ്രിബിന്റെ
ഇടയിൽ യാസീൻ ഓതിയിരുന്നു, ഇദാ വഖഅത്തിയ സൂറത്ത് ഓതിയിരുന്നു. ഖബർ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിരുന്നു. മദ്രസയിൽ പഠിക്കുന്നതാകുന്ന മക്കള് വൈകുന്നേരം വീട്ടിലേക്ക് വന്നിട്ട് ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് കേൾക്കുന്ന ഉമ്മമാരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സിനിമാ പാട്ടുകൾ പഠിപ്പിക്കുന്ന, സിനിമാ ഗാനങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്ന, അശ്ലീല നിറഞ്ഞതാകുന്ന സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നതിലൂടെ എന്റെ മക്കൾക്ക് അതിൽ ട്രോഫി കിട്ടി ഉസ്താദേ എന്ന് ഒരു നാണമില്ലാതെ പറയാൻ പറയുന്ന മുസ്ലിമേ പഠിച്ചു വെക്കണേ. നമ്മുടെ മക്കളെ ഖുർആനോദി നമ്മൾ കേൾക്കുന്നുണ്ടോ? എന്റെ മകന് ഖുർആൻ മുഴുവനെ പഠിച്ചു ഉസ്താദേ, അവനെ ഞാൻ ഹാഫിളാക്കി ഉസ്താദേ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ മക്കളെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു ജീവിതമല്ലേ നമുക്ക് വേണ്ടത്? റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുന്ന മക്കൾ നമുക്ക് വേണ്ടേ? റസൂലുള്ളാഹിന്റെ ചാരത്ത് വന്നുകൊണ്ട് എത്രയെത്ര ആളുകളാ മദ്ഹ് പാടിയത്. ഹസ്സാൻ ഇബ്നു സാബിത്ത് കടന്നു പോയിട്ടില്ലേ? റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടി എത്രയെത്ര സഹാബത്താ കടന്നു പോയത്. എത്രയെത്ര ആലിമീങ്ങളാണ് നബിയെ മദ്ഹ് ചെയ്തുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് ബിംബങ്ങളെ എത്രയെത്ര കവിതകളാണ് ലഭിച്ചത്. റസൂലുള്ളാഹിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞതാകുന്ന ആളുകളില്ലയോ? റസൂലുള്ളാഹിന്റെ മണ്ണിൽ വന്നുകൊണ്ട് കൈ